കാരണം നിങ്ങൾക്കാർക്കും ഒരു നാണക്കേട് വരുന്നത് എനിക്കിഷ്ടമല്ല. ക്ഷമിക്കണം. മാപ്പ്. മതി നിന്റെ കരച്ചില്. എല്ലായിടത്തോട്ട് വേഗം ഇറങ്ങാൻ നോക്കിയേ. അതിരേക്കാൻ എന്നെ നോക്കിയിട്ടൊരു കാര്യമില്ല. എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഒന്ന് വേഗം ആവട്ടെ. ചെല്ല്. ശിക്ഷ വിധിച്ചു കഴിഞ്ഞോ? അർച്ചന എന്നോട് വിവരങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു. എന്താ നിങ്ങളുടെയൊക്കെ തീരുമാനം? അനഘയെ ഇനി ഇവിടെ താമസിപ്പിക്കേണ്ടെന്ന എല്ലാവരുടെയും തീരുമാനം. ഇവള് ചെയ്ത തെറ്റ് ഇവിടെ ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് ക്ഷമിക്കാൻ ആരും തയ്യാറുമല്ല. കാരണം ധനുഷിന്റെയും സ്നേഹയുടെയും ജീവിതം വെച്ചാ ഇവള് കളിച്ചത്. അച്ഛനോട് യാത്ര പറഞ്ഞു പോവാന് അവളിപ്പോ നിൽക്കുന്നേ. ഇക്കാര്യത്തിൽ ഇനി അച്ഛൻ ഒരു ദയം കാണിക്കേണ്ട കാര്യമില്ല. എന്തിനാ അച്ഛാ ഇനി ഇവളെ നമ്മൾ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? നമ്മൾ കൊടുക്കുന്ന സ്നേഹം ഇവളിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇവൾ അവന്തികയുടെ അനിയത്തി തന്നെയാ. നിങ്ങൾ വിധിച്ച ശിക്ഷ മാറ്റാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. കാരണം ഈ തീരുമാനത്തിൽ ന്യായമുണ്ട്. എന്നോട് ആരും യാത്രയൊന്നും പറയണമെന്നില്ല. എന്റെ കുടുംബമാണ് എനിക്ക് ഏറ്റവും വലുത്. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല.
അങ്കിൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്കാർക്ക് നാണക്കേടുണ്ടാക്കി ഞാനിവിടെ നിൽക്കില്ല. ഇത്രയും നാളൊരു മകളെ പോലെ അങ്കിൾ എന്നെ നോക്കി. ഇവർക്കെല്ലാം കൊടുക്കുന്ന പോലെയുള്ള സ്നേഹം എനിക്കും തന്നു. എന്റെ ചേച്ചി ഇത്രയേറെ നിങ്ങളെല്ലാം ദ്രോഹിച്ചിട്ടും അതൊന്നും എന്നോട് കാണിക്കാതെ നിങ്ങളെല്ലാരും എന്നെ ചേർത്ത് നിർത്തി. സത്യം പറഞ്ഞു ധനുഷേട്ടൻ പറഞ്ഞപ്പോ ഭൂമി പിളർന്ന് താഴോട്ട് പോകുന്ന പോലെ തോന്നി. ഈ വൃത്തിയായിട്ടുള്ളാണെങ്കിൽ ഒരു സൂചന പോലും തന്നതുമില്ല. എന്നെ പ്രാങ്ക് ചെയ്യാണെന്ന് ഈ പൊട്ടിയായി എനിക്ക് മനസ്സിലായതുമില്ല. അതങ്ങ് നേരത്തെ പറഞ്ഞ അതിന് സുഖം പോയില്ലേ? നീ അല്ലാതെ ആരെങ്കിലും ഇവളെ വിളിച്ചോണ്ട് അവനെ കാണാൻ പോവോ? എന്നോടോ ഒച്ച ചേച്ചിയോടോ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്തേനെ. അതിനിപ്പോ എന്ത് പറ്റി? എല്ലാവരും അവളുടെ പ്രേമം അക്സെപ്റ്റ് ചെയ്തില്ലേ? ആകെപ്പാടെ നീയും ഇവള് മാത്രമല്ലേ അവനെ കണ്ടിട്ടുള്ളൂ. നീയൊക്കെ പറയുന്ന വെച്ച് ആരെങ്കിലും ജഡ്ജ് ചെയ്യാൻ പറ്റോ? ആണുങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ? പിന്നെ നിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണുങ്ങളെ മനസ്സിലാക്കുന്നതിലല്ലേ? ഒന്ന് പോടി അവിടുന്ന്. ഞാൻ കണ്ടെടുത്തോളം അവൻ വലിയ കുഴപ്പമില്ലാത്ത പയ്യനാ. ഫാമിലി സാമ്പത്തികമായിട്ട് അത്ര ബെറ്റർ അല്ലാന്ന് തോന്നുന്നു.